Watch full episodes on Jio Hotstar. അവൻ ഞങ്ങളുടെ ഫ്രണ്ട് ആണ്. നിങ്ങൾ രണ്ടുപേരും അവന്റെ പുറത്ത് കയറിയിരിക്കൂ. എന്നിട്ട് ഞങ്ങൾക്ക് കേവിലേക്കുള്ള ഡയറക്ഷൻ പറഞ്ഞു തരൂ. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ പിള്ളേരെ ഒരു 2 മിനിറ്റ് തനിച്ചു വിട്ട പ്രശ്ന. ഒന്ന് നിക്ക്. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം രംഗീല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പോര്. ഒന്ന് നിൽക്ക. ആ കേവ് എവിടെയാ ഉള്ളത് സർ? നമ്മൾ ഇതാ അടുത്ത് എത്തിക്കഴിഞ്ഞു. ആ മലയുടെ അടുത്ത് ചെന്നിറങ്ങ്. ആ കാണുന്നതാണ് ഗുഹ. അവിടേക്ക് ചെല്ല്. മൈര, വരുൺ, ഇതൊക്കെ ആരാ? നമ്മൾ എന്തിനാ അവരെ ഫോളോ ചെയ്ത് പോകുന്നത്? എന്തെങ്കിലും ഒന്ന് പറയ്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എന്ത് ഗുലുമാലാണാവോ ഇത്? ഇതൊന്നും ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. അതെ രുദ്ര, ഈ കാണുന്ന ഗുഹയില്ലേ, അതിന്റെ അകത്താണ് എന്റെ മകൻ. കുറച്ചു നേരം വരെ ഞങ്ങൾ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നതാ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. കേവിന്റെ വാതിൽ തന്നെ ഇത്ര ഭയങ്കരമാണെങ്കിൽ അതിനകത്ത് കുടുങ്ങിയ മൗണ്ടോന്റെ ഗതി എന്തായി കാണും? നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. നമുക്ക് എല്ലാവർക്കും അകത്ത് ചെന്ന് നോക്കാം. മോട്ടു, മോട്ടു. ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നത്? ആരും അകത്തേക്ക് വരരുത് പറഞ്ഞേക്കാം. ഒരു പ്രാവശ്യം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആദ്യം നീ ആരാന്ന് പറയ. പതുങ്ങിരുന്ന് ഞങ്ങളെ പേടിപ്പിക്കാണോ? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് ഞങ്ങളെ ഫേസ് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് വരുന്നതായിരിക്കും. നീ എന്നെ കാണാതെ ഇവിടുന്ന് പോകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നെ പുറത്തേക്ക് വരാൻ പറഞ്ഞ നീയേ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്റെ അമ്മേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഓ, പെട്ടെന്ന് ഈ മിററിന് എന്താ പറ്റിയത്? ആക്ടിവേറ്റ് ആകുകയാണ്. Ibaiska Mirror Pushino. Ibaiska Mirror Breako. Mayra, Rangila. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അകത്തേക്ക് വരണ്ടാന്ന്. ഇപ്പൊ അനുഭവിക്കേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ശരിക്കും കുടുങ്ങിപ്പോയി. ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ബൈ രുദ്ര. Forever.
ദിവസം പോലും നമുക്ക് മനസ്സമാധാനമില്ല. എന്നും ഓരോ പ്രശ്നം തെരഞ്ഞു വന്നോണ്ടിരിക്കുക. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. രുദ്ര, എനിക്ക് പേടിയാവുന്നു. അവരുടെ മകൻ എവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ അകത്ത് ഒരു ചെക്കനും ഇല്ല. ഷക്കൽ നമ്മളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്, നമ്മളെ കുടുക്കിയിരിക്കുന്നു. വരും, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അല്ല ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇത് ഏത് തരം മിറർ ഇമേജാ? എല്ലാം തലതിരിഞ്ഞാ കാണിക്കുന്നത്. രുദ്ര, ഭൂതം, പ്രേതം, രുദ്ര. രുദ്ര, എന്തു പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? രുദ്ര, അവിടെ ഒരു മിററിൽ ഭൂതമുണ്ട്. അത് എന്നെ അടിച്ചു. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. Ibaiska mirror breako. രുദ്ര, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മിററിന്റെ ഇമേജസ് ആണല്ലോ. നമ്മൾ എന്ത് മാജിക് ചെയ്താലും അത് നമ്മുടെ തിരക്ക് തന്നെ വരികയാണ്. നമുക്ക് മുന്നോട്ട് പോവാം. മിററിനെ ഇഗ്നോർ ചെയ്യ. നമ്മൾ ഇവരിൽ നിന്നും ഒരുപാട് ദൂരെ ചെല്ലണം. ഇവിടുന്ന് നോക്കുമ്പോ കണ്ണെത്തും ദൂരം വരെ മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഏത് തരം സ്ഥലമാ? ഏതായാലും റിഫ്ലക്ഷൻ ഇല്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഇതെന്താ പറ്റിയത്? അവിടെ എന്തോ ഉണ്ട്. വരും, നമുക്ക് പോയി നോക്കാം. ഈ മാജിക് വളരെ സ്ട്രോങ് ആണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. മേലോട്ട് ഒരിക്കലും നോക്കരുത്. ഇതിന്റെ അർത്ഥം എന്താ? മേലോട്ട് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങനെ മേളിൽ എന്താ ഉള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. രുദ്ര, വേഗം ചെന്ന് ആ ചെയറിൽ കയറിയിരിക്ക. എന്നിട്ട് ആ ടേബിൾ മുറുകെ പിടിച്ചോ. രുദ്ര, ഇരിക്കാനുള്ളതല്ല, ഓടി രക്ഷപ്പെടാനുള്ള സമയാ. മൈറ, പ്ലീസ് ലിസൺ. അതിലിരിക്ക. Ibaiska flyo. മുത്തശ്ശോ, ചക്കളുടെ ചോരന്മാർ എസ്കേപ്പ് ആവാണ്. വിടരുത്. അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കവരെ. ഒന്ന് വേഗത്തിൽ പറക്ക്. നമ്മളെങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രുദ്ര, അവര് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. Ibaiska choo.
പുറകിലുള്ള കാര്യം വിട്ടേക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നോക്ക്. മുൻവശത്ത് കൂടെ ഷാക്കാലും വന്നിട്ടുണ്ട്. ആ, ഒരു സൈഡിൽ പുലിയുണ്ട്, മറ്റൊരു സൈഡിൽ മുതലയാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ജയ് സിംഗ് ചൗഹാൻ, മുന്നോട്ടൊരു അടി എടുത്തു വെച്ചാൽ വിവരമറിയും താൻ. ഞാൻ മാജിക് ഗ്ലോബിൽ കൂടെ കണ്ടതാണ്. ഈ കുട്ടികൾ നിന്റെ രുദ്ര പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരിപ്പോൾ എന്റെ പ്രൊട്ടക്ഷനിലാണുള്ളത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. നിന്റെ ചാരന്മാരോട് പറഞ്ഞേക്കൂ, വീണ്ടും ഒരു പ്രാവശ്യം സൺ സിറ്റിയിലേക്ക് വന്നാൽ ആ ദിവസം അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. ഈ ഷക്കാൽ എങ്ങനെ നല്ലവനായി മാറിയത്? ആരും ഒന്നും മിണ്ടരുത്. മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയായിട്ടാണ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ഷക്കാൽ നല്ല മനുഷ്യനായി മാറിയിരിക്കുന്നത്, മുത്തശ്ശൻ വില്ലനായും. താങ്ക് യു ഷക്കാൽ സർ. അന്യരായ ഞങ്ങളെ നിങ്ങളാണ് രക്ഷിച്ചിരിക്കുന്നത്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജയ്സിംഗിന്റെ പതിവാണ്. ഒന്നും അറിയാത്ത കുട്ടികളെ വെറുതെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ പാലസിലേക്ക് പോര്. ഇനി ഈ ടേബിളിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമേ ഇല്ല. ചേട്ടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഷാക്കാൽ എപ്പം മുതലാ സാറായി മാറിയത്? ഇപ്പൊ മായരയും വരുണും അവനെ സാറെന്ന് വിളിക്കുകയാണല്ലോ. ഞാൻ എന്റെ അന്ത്യശ്വാസം വരെ അയാളെ സാറെന്ന് വിളിക്കില്ല. ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയ ഗസ്റ്റുകളെ കണ്ടോ? ആരും പേടിക്കണ്ട. ഇവരെ കാണാൻ രുദ്രയെ പോലെയും അവന്റെ ഫ്രണ്ട്സിനെ പോലെയും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരല്ല ഇത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ചക്ലീന, ജെനി, ജോഡി. ഹലോ സോഗ, സൈഗ, ഇവരെ ഒന്ന് ശരിക്കും ട്രീറ്റ് ചെയ്തേ. രോഗയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ശത്രുക്കളെ മിത്രങ്ങളായി കാണാൻ എനിക്ക് പറ്റില്ല. രോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ചേടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് അവരൊന്നും അല്ലെന്നേ. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? ചേട്ടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇവര് തരുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കഴിയില്ല. നല്ലവന്മാരെ പോലെ അഭിനയിച്ച് നമ്മളെ മേലോട്ട് പറഞ്ഞയച്ചാലോ? ഞാൻ എന്റെ ആഹാരം മാത്രമേ കഴിക്കൂ. എന്നാ പിന്നെ രുദ്ര, നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാല്ലേ? ഷാക്കാൽ സാറിന് എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ല രുദ്ര. നിന്റെ കൂട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഭയം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശരി, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഹാരം തന്നെ കഴിക്ക്. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. ഈ അവസാനത്തെ പീസ് ഞാൻ കഴിക്കാന്നേ. രുദ്ര, നീ സൺസിറ്റിയിലെ രുദ്രേക്കാളും വളരെ ഡിഫറെന്റാ. നിങ്ങൾ എല്ലാരും കംഫർട്ടബിൾ ആയിട്ടിരിക്കേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും നീ കളിക്കാം. പറഞ്ഞത് ശരിയാണ് ജെനി. ഷക്കൽ സർ, ഞങ്ങൾ അറിയാതെ മിറർ വേൾഡ് സൺസിറ്റിയിൽ പെട്ടുപോയതാണ്. ഇനി എങ്ങനെ തിരിച്ചു പോകേണ്ടത് അതാ മനസ്സിലാവാത്തത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അലാസാറിന്റെ ലൈബ്രറിയില് മിറർ വേൾഡിനെ സംബന്ധിച്ചുള്ള ബുക്സ് ഒക്കെ കാണും. അതിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. അതെ, അത് ശരിയാണ്. ഈ മിറർ വേൾഡിൽ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ അലാസാർ സാറിന്റെ ലൈബ്രറി ഉണ്ടായിരിക്കും. താങ്ക് യു ഷക്കൽ സർ. ഞങ്ങൾ അവിടെ ചെന്ന് ബുക്ക് തേടി കണ്ടെത്താം. രുദ്ര, വീണ്ടും വീണ്ടും ഷാക്കാലിനെ ഷാക്കാൽ സാറിനെ വിളിക്കരുത്. അവന്റെ പേരിനും ജോലിക്കും സാറെന്നുള്ള വാക്ക് ചേരില്ല. രംഗീല, അപ്പൊ ഞങ്ങൾ പോവാണ് ഷക്കൽ സർ. സൂക്ഷിക്കണം രുദ്ര. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല സർ, സുഖാണോ? ഇതാര്, രുദ്രയോ? ഒരുപാട് ദിവസമായാലും നിന്നെ കണ്ടിട്ട്. ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മിറർ വേൾഡിലെ ബുക്ക് വേണം. നിങ്ങൾ ഇതിലിരിക്കെ ഞാൻ ആ മാജിക് ബുക്ക് കൊണ്ടുവരാം. അല്ല സർ, ആ ബുക്ക് എവിടെയാ ഉള്ളത്? രുദ്ര, ഇന്ന പിടിച്ച ബുക്ക്. കുതിര പുല്ലുമായി കൂട്ടുകൂടിയാൽ പിന്നെ തിന്നുന്നത് എന്തായിരിക്കും? മിറർ വേൾഡിൽ വന്നിട്ട് മിറർ വേൾഡിന്റെ ബുക്കാണോ ചോദിക്കുന്നത്? ഇനി ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്റെ തടവിലായിരിക്കും. ജയ്സിംഗ്,
നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തടവിലാണ്. വന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു അല്ല സാർ. ചാരന്മാരെ, നിങ്ങൾ എന്താണ് കരുതിയത്? അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയോ? അല്ല സാർ, ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവന്മാരെങ്ങോട്ടാ പോയത്? മുകളിൽ നോക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അത് എന്താണ് അലാസാ സർ? ആനയുടെ പല്ല് അത്രയും പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അതിനും പല്ലുകളുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ നല്ലവനായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇമേജസിനെ അയച്ചത്. ഇപ്പൊ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റിംഗ് ചെയറിൽ റെസ്റ്റ് എടുക്കൂ. ഗൈസ്, വേഗം ചെന്ന് ബുക്ക് തേടി കണ്ടെത്ത്. നമ്മുടെ കൈവശം ടൈം കുറവാണ്. ബുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട, നീ ആ ബുക്ക് എടുത്തോണ്ട് പോവരുത്. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ അനുവാദമില്ലാതെ അവർ ആ ബുക്ക് എടുത്തിരിക്കുകയാണ്. അവരെ തടയൂ. ബുക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, അത് ഞങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് പ്രൊട്ടക്ടർ, വേണ്ടെന്ന് വെച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഡിസ്മാന്റലോ. വേണ്ട. ഇതൊക്കെ എന്താണ് അലാഗ സർ? ആ ചാരന്മാരെവിടെ? അവര് രക്ഷപ്പെട്ടു പോയി. ഇതിന്റെ പ്രകാശം കണ്ണിന് നല്ലതല്ല. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ രുദ്ര എങ്ങനെ ബുക്ക് വായിക്കുന്നത്? ബുക്ക് ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രുദ്ര, എന്താ എഴുതിയിരിക്കുന്നത്? വേഗം വായിക്ക. ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കില്ല. വരും നോക്ക്, ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇത് വായിക്കുന്നത്? ഈ ബുക്കിലെല്ലാം തല തിരിഞ്ഞാണ് കാണുന്നത്. നമ്മളുടെ കാര്യം പോക്കാ. ബുക്ക് കിട്ടി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുക്ക് തുറന്നപ്പോ വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ നമ്മുടെ തലയെഴുത്തിൽ വേറെന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്? രംഗീല, വിധിയെ കുറ്റം പറയുന്നത് നിർത്ത്. മുത്തശ്ശൻ പറഞ്ഞ ആ ലെസൺ ഒന്ന് ഓർത്തു നോക്ക്. പ്രശ്നം എത്ര വലുതായാലും ശരി, അതിനേക്കാളും ധൈര്യം നമുക്കുണ്ടാവണം. രുദ്ര, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബുക്ക് വായിക്കാൻ തുടങ്ങ്. ബ്രില്യന്റ് മൈറ. ഈ ബുക്കിൽ മിറർ ഇമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം തലകീഴായിട്ട് കണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വെച്ച് അവസാനിക്കും ഈ കഥ.
നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴി ഈ മണ്ണിൽ തന്നെ ഉണ്ട്. സൂര്യന്റെ അവസാന കിരണങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് പോകാനുള്ള വഴി തുറന്നില്ലെങ്കിൽ പിന്നീട് എല്ലാവരും നിരന്തരമായി ഇവിടെ തന്നെ കുടുങ്ങി പോകുന്നതായിരിക്കും. രുദ്ര, ഈ വരികൾക്കെല്ലാം എന്താണ് അർത്ഥം? അതിനർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാവരും റിട്ടേൺ പോയിന്റിലേക്ക് ചെന്നേ പറ്റൂ. എവിടുന്ന് വന്നോ അവിടേക്ക്. ആ സമയം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ എല്ലാവരും മിറർ വേൾഡിൽ കുടുങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് റിട്ടേൺ പോയിന്റ് ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം വളരെ കുറവാണ്. വേഗം വരും പോവാം. Watch India's largest kids library only on Jio Hotstar. Download the app now.